ഡയറ്റിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ ഭയങ്കര ബോധവാന്മാരാണ്. കാർബോഹൈഡ്രേറ്റ് എടുക്കണോ, പ്രോട്ടീൻ എടുക്കണോ, എന്ത് എടുക്കണം എല്ലാം കുറിച്ച് അറിയാം. പക്ഷെ നമുക്ക് മെയിനായിട്ട് അറിയാത്തൊരു സംഭവമാണ് വെള്ളം എത്ര കുടിക്കണം എന്നുള്ളത്. അതെങ്ങനെ മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ ബോഡിയിലേക്ക് ആവശ്യമായിട്ട് വെള്ളം എത്തിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ചില ആളുകൾ എന്ത് കേസിനും നമ്മളെന്താവും കുറേ വെള്ളം കുടിക്കും. ഇപ്പൊ എന്ത് പറഞ്ഞാലും വെള്ളം ഓവറായിട്ട് ബോഡിയിലേക്ക് ഓവറായിട്ട് വെള്ളം എത്തുന്നുണ്ട്. ചില ആളുകൾ വെള്ളം കൂടി കുറവായിരിക്കും. ഈ ഓവറായിട്ട് വെള്ളം എത്തുന്നതും പറയണതും നമ്മുടെ ബോഡിക്ക് നല്ലതല്ല. നമ്മൾ എത്രത്തോളം വെള്ളം കുടിക്കണം എന്നുള്ളത് അത് നമ്മൾ പൊതുവെ അറിയണം. അത് ഏകദേശം നോർമലായിട്ട് പറയുകയാണെങ്കിൽ ഒരു 2 to 3 ലിറ്റർ ആ ഒരു റേഞ്ചിലാണ് നമ്മൾ പറയുക. ചില ആളുകൾ 10 ലിറ്ററിന് മേലൊക്കെ കുടിക്കും. അത് ബോഡിക്ക് ഹാർംഫുൾ ആണ്. ഹൈപ്പോനാട്രിയ പോലത്തെ കേസുകൾ, കിഡ്നിക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചില കേസ് വെള്ളം തീരെ ഇല്ല, അത് ഡീഹൈഡ്രേഷനും കാര്യങ്ങളും ബോഡിയിലേക്ക് ഉണ്ടാവും. അപ്പൊ നമുക്ക് അറിയേണ്ട സാധനം വെച്ചാൽ എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മളെ ഈ വെള്ളം കൂടി നമ്മുടെ ബോഡിക്ക് കറക്റ്റ് ആണോ അല്ലയോ കൂടുതലാണോ ഒക്കെ നമ്മൾ യൂറിനിലൂടെ മനസ്സിലാക്കാൻ പറ്റും. യൂറിനിൽ ഒരു നോർമൽ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു ലൈറ്റ് യെല്ലോ കളർ, അതാണ് നോർമൽ ആയിട്ട്. അത് നല്ല ഡാർക്ക് ആയിട്ടുള്ള ഒരു യെല്ലോ കളർ വരികയാണെങ്കിൽ അതിന്റെ അർത്ഥം അത് ഡീഹൈഡ്രേഷൻ ഉണ്ട്, നമ്മുടെ ബോഡിയിലേക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള വെള്ളം എത്തിയിട്ടില്ല എന്നുള്ളതാണ്. ഇനി അത് മാറി നല്ല വൈറ്റ് കളർ ആണെങ്കിൽ അത് ഓവറായിട്ട് നമ്മുടെ ബോഡിയിലേക്ക് വെള്ളം ഉണ്ട് എന്നുള്ളതാണ്. ഇങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും.